ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടൊരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചക്കയാണ് കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ. ഒരു കപ്പ് ചക്ക ചെറുതായി അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 തൊട്ട് 1 കപ്പ് വരെ മതിയാവും. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അത് നന്നായിട്ട് പഴുത്ത ചക്കയാണ്, പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ചെറിയ ബൈറ്റ് നമുക്ക് കിട്ടണം കേട്ടോ, വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകരുത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് വാടി ഒന്ന് സോഫ്റ്റായി വരും. അപ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തേങ്ങയുടെ ആ ഒരു ചക്കയായിട്ടൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. നമ്മുടെ മക്കളെല്ലാം ഇനി സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങുകയല്ലേ. അപ്പോൾ ഒരു സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ ഈസിയാണ്. ഈ ചക്കയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജീരകം പൊടിച്ചതായാലും മതി. ഇത് ഈ ചക്കയ്ക്ക് പകരം ഏത്തപ്പഴം യൂസ് ചെയ്യാം, നമ്മുടെ സാധാരണ പഴം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൈനാപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങൾ വിളയിച്ചതും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഞാൻ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പഞ്ചസാരയുടെ കൂടുതൽ ചേർത്തായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കേട്ടോ. ഏലക്ക തന്നെ പൊടിച്ചതാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക, എന്നിട്ട് ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവം, അതായത് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവം മതി, വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോകണ്ട. ഇങ്ങനെ ജ്യൂസി ആയിട്ടുള്ളൊരു ഫില്ലിങ്, അതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി, ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ലേശം ഉപ്പുകൂടി ഇട്ടിട്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് അയഞ്ഞിരിക്കുന്ന ഒരു ബാറ്റർ തയ്യാറാക്കാം. വല്ലാതെ അങ്ങ് ലൂസായി പോരുത്, ഭയങ്കര കട്ടിയാവരുത് കേട്ടോ. അതിനിടയ്ക്ക് നിൽക്കണം. ഞാൻ കാണിച്ചു തരാം എത്ര വേണമെന്ന്. അത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ചെയ്ത് തുടങ്ങുക, അല്ലെങ്കിൽ ഒത്തിരി വെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ വല്ലാതെ നീണ്ടു പോകും. അപ്പോൾ നമുക്ക് പറ്റില്ല. ഇനി നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലേശം കൂടി പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിക്കുന്നത്, ഏകദേശം 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് 1 കപ്പ് അരിപ്പൊടിക്ക്. ഇതല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് ഒഴിച്ച് കൊടുക്കാം. 1 തൊട്ട് 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു തിളക്കവും ഒരു സോഫ്റ്റ്നെസ്സും കാണും. അതിന് വേണ്ടിയിട്ടാണ്. അതൊരു ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാറ്റർ മാറ്റി വെക്കുക. വേണ്ടില്ലേ, ഈ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഒന്ന് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അത് ഗ്രീസ് ചെയ്താണ് കേട്ടോ. ഇഡ്ഡലി തട്ടെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അതിലേക്ക് ഒരു പകുതിയോളം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിമാവിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. പകുതി ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ആ ഫില്ലിങ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് പകുതി മാത്രം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1-1.5 ടീസ്പൂൺ വീതം ഈ ഫില്ലിങ് നടുക്കേക്ക് വെച്ച് കൊടുക്കുക. ഞാനൊരു 1.5 ടീസ്പൂൺ വീതം എല്ലാത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അന്നേരം നമ്മുടെ വീട്ടിൽ എന്താണ് ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതിങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. ഇനി ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. എനിക്ക് ഈ ഒരു അളവിൽ ഒരു 13-14 എണ്ണം കിട്ടിയിട്ടുണ്ട്.
ഈ എല്ലാം നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നല്ല സോഫ്റ്റുമാണ്, നല്ല ജ്യൂസിയാണ്. ഇതിൻ്റെ അത് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് അടുക്കളയിലെല്ലാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. കുഞ്ഞു മക്കൾക്കൊക്കെ ഇങ്ങനെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ആവിയിൽ വേവിച്ചെടുത്തായതുകൊണ്ട് നമുക്കിത് എണ്ണയിൽ വറുത്തുന്നോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.